വിളിച്ചാലും അള്ളാനെ വിളിക്കലൊക്കെ സമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ പെറ്റങ്ങള് അള്ളാനെ വിളിക്കുള്ളൂ, കാരണം അള്ളാനെ വിളിച്ചാൽ ഷെയ്ഖ് ഉത്തരം ചെയ്യുന്നാണല്ലോ. അത് ചെയ്യൂല. വിളിക്കൽ ആരെ വിളിക്കുള്ളൂ? ഷെയ്ഖിനെ വിളിക്കുള്ളൂ. ഷെയ്ഖിനെ വിളിക്കുള്ളൂ. കാരണം അള്ളാനെ വിളിച്ചാൽ വിശ്വാസം പോരാ. കിട്ടിയില്ലെങ്കിലോ? നല്ല ഉറപ്പുള്ള വഴി എന്താ? ഷെയ്ഖുമാരെ വിളിക്കല്. അതിനെന്ത് ചെയ്തു? ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇവര് ഒരു പട്ടിക തയ്യാറാക്കി. എന്താണ് ഈ പട്ടികയിലെ പ്രശ്നം? നിങ്ങൾക്ക് ഏത് വിഷയത്തിലും നിങ്ങൾക്ക് ദുആ ചെയ്യാം. ആരോട്? ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഔലിയാക്കന്മാരോട്. അതിനെന്താ നിങ്ങൾ വേണ്ടത്? ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ സമ്പൂർണ്ണ മനുഷ്യന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ റിജാലുൽ ഗൈബ് എന്നാ അവർക്ക് അതിനുള്ള പേര്. ഇവരെ കാണാൻ പറ്റൂല, അദൃശ്യ പുരുഷന്മാരാണ്. ഇവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മീറ്റിംഗ് കൂടും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ആ കാണുന്ന പട്ടിക നോക്കണം. എന്താണ് ആ പട്ടികയിൽ കാണുന്നത്? ശരിക്കൊന്ന് ശ്രദ്ധിക്കാം. ആ പട്ടികയിൽ കുറെ ഡേറ്റുകൾ കാണാം. 3, 15, 23, 30, 6, 21, 28 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡേറ്റ്. ആ ഡേറ്റിൽ ഈ ഔലിയാക്കന്മാര് ഭൂമിയുടെ ഏത് മൂലയിലാണ് മീറ്റിംഗ് കൂടുന്നത് ആ ദിവസം. വടക്ക് പടിഞ്ഞാറ് മൂല, വടക്ക് മൂല, കിഴക്ക് മൂല, തെക്ക് മൂല, പടിഞ്ഞാറ് മൂല, തെക്ക് പടിഞ്ഞാറ് മൂല, തെക്ക് കിഴക്ക് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, ഇങ്ങനെ പല മൂലക്കല അവരെ മീറ്റിംഗ്. ആരുടെ മീറ്റിംഗ്? ഉമ്മൻചാണ്ടിയുടെ മീറ്റിംഗ് അല്ല. ഇത് ആരുടെ മീറ്റിംഗാ? ഇത് ഇവര് പറയുന്ന ഔലിയാക്കന്മാരെ കോൺഫറൻസ്. ഔലിയാക്കന്മാരെ കോൺഫറൻസ് നടക്കുന്ന ദിവസം. അപ്പൊ എന്ത് ചെയ്യണം? ഈ പട്ടികങ്ങൾ നോക്കണം. എന്തിനാ പട്ടിക? കേട്ടോളൂ. ദുന്യാവുമായോ ആഖിറമായോ ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഭൂമിയുടെ ഏത് ഭാഗത്താണ് അന്ന് റിജാലുൽ ഗൈബ് സമ്മേളിക്കുന്നത് എന്ന് വൃത്തം നോക്കി മനസ്സിലാക്കി ശരീരവും വസ്ത്രവും വൃത്തിയുള്ളവനായി ഉളുവോടുകൂടെ ആദരവോടും ബഹുമാനത്തോടും കൂടി സമ്മേളന ദിക്കിലേക്ക് തിരിഞ്ഞ് നിശ്ചിത സലാമിന്റെ പദങ്ങൾ കൊണ്ട് അവരെ വിളിക്കണം. എന്താ വിളിക്കേണ്ടത്? അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ്, അസ്സലാമു അലൈക്കും യാ അയ്യുഹൽ അർവാഹുൽ മുഖദ്ദസ, യാ റുഖബാ, യാ നുഖബാ, യാ നുജബാ, യാ അബ്ദാൽ, യാ ഔതാദ്, യാ ഗൗസ്, യാ ഖുത്ബ്, അഗീസൂനി ബിഗൗസ വൻദുറൂനി ബിനദ്റ വർഹമൂനി വഹസ്സിലു മുറാദി വമഖ്സൂദി വഖൂമു അലാ ഖദാഇ ഹവായിജി. ഖുർആന്റെ ആയത്തല്ല, ഖുർആന്റെ ആയത്തല്ല, തെറ്റിദ്ധരിക്കണ്ട. ഇത് കീറഖുറാഫിയുടെ ആയത്താ. കീറഖുറാഫിയുടെ കിതാബിലെ ഉദ്ധരണിയ. ഇത് നോക്കിയിട്ട് നിങ്ങൾ എവിടെ മീറ്റിംഗ് നോക്കണം. എന്നിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. ഇനി ഇതിനാരെങ്കിലും എതിർത്താലോ, ഇതിനെ ആരെങ്കിലും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ അവനുള്ള പ്രതിഫലം ദുർമരണവും, കാഫിറായി മരിച്ചു, പരലോകത്ത് വമ്പിച്ച നഷ്ടവുമാകുന്നു. വമ്പിച്ച നഷ്ടം ഉണ്ടാവും നിങ്ങൾ എതിർത്താല്. എന്ത്? ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അള്ളാഹ് മതി, അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വമ്പിച്ച നഷ്ടമാകുന്നു. ഇത് എവിടെ വന്നാന്നറിയോ? ഏതെങ്കിലും വാളക്കിതാബ് എന്നല്ല. നാളെ വന്നിട്ട് അത് പറയും. മൗലവി വന്നിട്ട് എവിടുന്നോ എന്തോ വായിച്ചു. ഇത് തമിളന്റെ മാല എന്നല്ല, ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ തമിളന്റെ മാല. നിങ്ങളെ തമിളന്റെ മാല, ഈ കൊട്ട തട്ടിയ മാലയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കാണിച്ചിട്ടേ എന്ന് ഇവിടുന്ന് പോവുള്ളൂ. ഇത് നിങ്ങളുടെ റിസാലയാണ്. നിങ്ങളുടെ റിസാല വാരികയിലാണ് ഈ കൊടുത്തത്. നിങ്ങൾ പറയണം ഈ മുസ്ലിമീങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിന് ഇങ്ങനെ ഒരു പട്ടിക പരിചയമുണ്ടോ? സഹാബത്തിന് പരിചയമുണ്ടോ? ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? ഹംബലി ഇമാമിന് പരിചയമുണ്ടോ? മാലികി ഇമാമിന് പരിചയമുണ്ടോ? അഹ്മദ് ബിൻ ഹംബലിന് പരിചയമുണ്ടോ? ആർക്കാ പരിചയമുള്ളത് ഇങ്ങനെ ഒരു പട്ടിക? നിങ്ങൾക്കല്ലാതെ. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? നിങ്ങളാണോ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നത്? ഒരു മനുഷ്യന്റെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ കാര്യം ഉണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാതെ ഈ പട്ടികയിൽ നോക്കിയിട്ട് ഔലിയാക്കന്മാരെ വിളിച്ച് അലറണം എന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന പേരല്ല കൂട്ടരെ നല്ലത്, സമ്പത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തല്ല, സമ്പത്ത് ജമാഅത്ത്. കാരണം എന്താ? ഇതിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവും. സുന്നത്ത് ജമാഅത്തൊക്കെ പോവും, സമ്പത്ത് ജമാഅത്ത് ഉണ്ടാകും. ഇരിക്കട്ടെ.